guys, welcome back to my YouTube channel. ഇന്ന് ഞാൻ രാവിലെ കുളിച്ച് ഇപ്പം ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. 31st December 2023 ആണ്. പക്ഷെ നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത് 2024 ഇന്നലെ നൈറ്റ് പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്ത് ഒരു 2-3 സ്ഥലത്തൊക്കെ ആയിരിക്കും പോകുന്നത്. ഇപ്പം ഇവിടെ കൊട്ടിയത്തൊക്കെ 6 വരി പാതയുടെ പണി നടക്കുവാണ്. സോ ഗൈസ്, നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. അങ്ങനെ 9:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശരവണ ഭവനിലേക്ക് പോയി. അങ്ങനെ ഫസ്റ്റ് എൻ്റെ അനിയൻ്റെ ഫുഡാണ് കിട്ടിയത്. അപ്പോൾ അവന് ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ ആയിരുന്നു. ആക്ച്വലി ഞാൻ ഈ കടയുടെയൊക്കെ വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ അതിപ്പോൾ കാണുന്നില്ല. പിന്നെ ഞാനും അമ്മയും അച്ഛനും വാങ്ങിച്ചത് പൂരി മസാലയായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ കഴിച്ചു കഴിഞ്ഞു. സോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ആഴിമല ശിവ ടെമ്പിളിലേക്കാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇതൊരു സ്ലാൻഡിങ് റോഡാണ്. 1200 ഇയേഴ്സ് പഴക്കമുള്ളൊരു ടെമ്പിളാണിത്. ഈ ഒരു റോഡ് എൻഡ് ചെയ്യുന്നത് ഈ ഒരു ടെമ്പിളിലാണ്. രാവിലെ പോകുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലത് ഇവിടെ ഒരു ഈവനിങ് ടൈമിങ്ങിലൊക്കെ പോകുന്നതാണ്. കാരണം രാവിലെ നല്ല വെയിലാണ് ഇവിടെ. ഈ സ്റ്റാച്ചുവിൻ്റെ അവിടെ മാത്രമേ ഈ ഒരു ക്യാമറ അലൗഡ് ആയിട്ടുള്ളൂ. ഇത് ആക്ച്വലി കോൺക്രീറ്റ് വെച്ചിട്ടുണ്ടാക്കിയൊരു സ്റ്റാച്ചു ആണ്. ഇതിൻ്റെ നീളം വന്നിട്ട് 58 ഫീറ്റ് ആണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു ബീച്ചാണ്. ഇതൊരു ഗംഗാധരേശ്വര ഫോമിലാണ് ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയത് PS ദേവദത്തനാണ്. അദ്ദേഹം ആഴിമലയിൽ തന്നെ ഉള്ള ഒരാളാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 2 April 2014 അതിനുശേഷം അത് പബ്ലിക്കിലേക്ക് ഓപ്പൺ ചെയ്തത് 31st December 2020 ഈ ഒരു അമ്പലം കൺസ്ട്രക്ട് ചെയ്തത് പാണ്ഡ്യ ഡൈനാസ്റ്റിയിലാണ്. ഈ ഒരു ആഴിമലയുടെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ആഴി എന്ന് പറഞ്ഞാൽ സീയും മല എന്ന് പറഞ്ഞാൽ ഹില്ലും. അപ്പം സീ ഹിൽ എന്നാണ് ഇതിൻ്റെ ഒരു മീനിങ്. ഇത് ട്രിവാൻഡ്രത്ത് വിഴിഞ്ഞത്താണ് ഇതുള്ളത്. ഈ ഒരു അമ്പലം ഇവിടെ പണ്ട് തൊട്ടേ ഉള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു 1200 ഇയേഴ്സ് അപ്പം തൊട്ടേ ഉള്ളൊരു അമ്പലമാണ്. പക്ഷേ ഈ ഒരു സ്റ്റാച്ചു ഇപ്പോൾ പുതിയതായിട്ട് പണിഞ്ഞതാണ്. അതേപോലെ ഇവിടെ അമ്പലത്തിൽ കയറി വരുമ്പോൾ ഇങ്ങനൊരു ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ആ ഒരു അമ്പലത്തിൻ്റെ വെളിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. സോ ഗൈസ്, നമ്മളിനി നെക്സ്റ്റ് പോകാൻ പോകുന്നത് സൂവിലേക്കാണ്. സൂവിൻ്റെ അകത്തും വെളിയിൽ റോഡിലും ഒന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു ബിൽഡിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ പോവാണ്. സോ ഗൈസ്, ഞാനിപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ആ ബിൽഡിങ്ങിൽ കുറേ അങ്ങ് ദൂരത്താണ് കൊണ്ടിട്ടത്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നടന്നു വരുവാണ്. അപ്പോൾ ഇവിടെയും ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കാറിട്ടിരിക്കുവാണ്. ഈ സൂവിലോട്ട് വരുന്ന വഴി തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇത് ആക്ച്വലി വാട്ടർ അതോറിറ്റിയുടെ ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു എമൗണ്ട് പേ ചെയ്യണം. സോ ഗൈസ്, നമ്മളിപ്പോൾ ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ റോഡിൽ ഇറങ്ങി നടക്കുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ ഫുള്ളും റോഡിൻ്റെ എല്ലാ സൈഡിലും ഫുള്ളും വണ്ടികളാണ്. ആക്ച്വലി വണ്ടിയിൽ വന്ന ആൾക്കാരെല്ലാം സൂലുമാണ്. സോ ഗൈസ്, ഇവിടെ ഭയങ്കര വെയിലാണ്. എല്ലാവർക്കും തൊപ്പിയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് മാത്രം തൊപ്പിയൊന്നുമില്ല. സോ ഗൈസ്, ഞങ്ങൾ കുറേ നേരം നടന്ന് അതിനുശേഷം ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പോൾ സൂവിൻ്റെയൊക്കെ ഒരു അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയാൽ സൂ എത്തും. സോ നമ്മളിപ്പോൾ ഫൈനലി ഇതിൻ്റെ അകത്ത് എൻറ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 30 rupees ആണ്. സോ ഗൈസ്, നമ്മളിവിടെ കയറുമ്പോൾ ഇങ്ങനെ ഒരു ഗാർഡൻ ആണ് കാണുന്നത്. അപ്പോൾ എൻ്റെ UKG അല്ലെങ്കിൽ LKG ഞങ്ങളുടെ ട്രിപ്പ് ഇവിടേക്കായിരുന്നു. അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഇങ്ങനെ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് കഴിഞ്ഞ ഓണം എന്ന് വെച്ചാൽ 7th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് സ്റ്റഡി ടൂർ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലായിരുന്നു. അന്ന് ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ അന്ന് ഞങ്ങൾ സൂവിൽ വന്നായിരുന്നു. എനിക്ക് കഴിഞ്ഞ വർഷം വന്നുകൊണ്ട് തന്നെ
വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ അനിയനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ ആദ്യമായിട്ടാണ് സൂവിൽ വരുന്നത്. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ ടിക്കറ്റൊക്കെ കൊടുത്ത് ഇപ്പം സൂവിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ ആ ആനിമൽസൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ കയറി. വെളിയിൽ ഭയങ്കര വെയിലാണെങ്കിലും ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഭയങ്കര തണലാണ്. സോ നമ്മൾ ആദ്യം കണ്ടത് ഒരു ടൈപ്പ് ഓഫ് മങ്കീനെയാണ്. സോ ഗൈസ്, ഇതാരാന്നറിയാവോ? ഇതാണ് സിംഹവാല കുരങ്ങൻ എന്ന് വെച്ചാൽ ലയൺ ടെയിൽഡ് മങ്കി. എല്ലാ ആനിമൽസിൻ്റെയും സൈഡിൽ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇൻക്ലൂഡഡ് അതിൻ്റെ നെയിമാണ്. ഇത് ഇവിടേക്ക് നടക്കുമ്പോൾ ഉള്ള വഴിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു റോഡാണ്. റോഡിൽ കൂടെയാണ് ആൾക്കാരിങ്ങനെ നടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഫുള്ളും കുരങ്ങന്മാരാണെങ്കിലും പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് വലിയ വലിയ ആനിമൽസിനെയാണ്. സോ ഗായ്സ്, ഇവിടെ ബംഗാൾ വൾച്ചറും അതേപോലെ ഒരു സീ ഈഗിളും ഉണ്ട്. സോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു വൾച്ചറിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര വലുതാണത്. നമ്മൾ ഈ ക്യാമറയിൽ കൂടെയൊക്കെ കാണുന്നതിനെക്കാട്ടും ഭയങ്കര വലിയൊരു വൾച്ചറാണത്. അതേപോലെ എൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി. ഗായ്സ്, പിന്നെ ഞങ്ങൾ കണ്ടത് ഭയങ്കര അതിശയകരമായൊരു കാര്യമാണ്. ആ 7th വെച്ച് ഈ ഒരു ക്രോക്കഡൈലിനെ കണ്ടപ്പം അത് വായും തുറന്നിങ്ങനെ കണ്ടായിരുന്നു. അന്ന് എനിക്കിതിനെ ഭയങ്കര പേടിയായി ഇതിനെ കണ്ടപ്പം. പക്ഷെ ഇന്നത് ഉറങ്ങുവാണ് ഗായ്സ്. അത് ഭയങ്കര ഉറക്കം. ആ ഒരു പോണ്ടില്ലേ, ആ ഒരു പോണ്ടിൽ ഒരു 2 എണ്ണം കിടപ്പുണ്ട്. അതും ഭയങ്കര ഉറക്കം തന്നെ. നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഹിപ്പോപ്പൊട്ടാമസിനെയാണ്. ആക്ച്വലി ഹിപ്പോപ്പൊട്ടാമസിൻ്റെ വാഹനം ഭയങ്കര വലുതാണ്. ഇവിടെ ഒരു ആരോ റിഡക്ഷൻ കൊടുത്തിട്ട് ലെപ്പേർഡ്, ലയൺ, ടൈഗർ എന്ന് എടുത്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ലാസ്റ്റ് കാണുന്ന സ്ഥലം. പിന്നെ ഗായ്സ്, ഈ ഒരു കൂട്ടിനകത്ത് ലയനാണ്. ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ ഗായ്സ്, നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടി സാംസങ് റെസ്റ്റോറൻറ്റിലാണ് വന്നത്. പക്ഷേ ഇവിടെ നിൽക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ഒരു പങ്കായ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നെക്സ്റ്റ് പോയത്. നമ്മളപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി ഞങ്ങൾ 2, 3, 5 കസിൻസിൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കയറുന്ന വഴിയാണ് നമ്മൾ മുകളിൽ പോയിരുന്നാണ് കഴിക്കുന്നത്. സോ ഗായ്സ്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുകയാണ്. ആക്ച്വലി ഞാനിവിടെ വന്നത് കൈ കഴുകാനാണ്. എന്നിട്ട് ഞാൻ ഫുള്ള് വീഡിയോ എടുക്കുമായിരുന്നു. ഞങ്ങൾ ഉച്ചയായതുകൊണ്ട് അമ്മ ചട്ടിച്ചോറാണ് വാങ്ങിച്ചത്. ഞാനും അച്ഛനും സദ്യയായിരുന്നു വാങ്ങിച്ചത്. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ ഈ ഗൂഗിളിൽ ഇവരെ റിവ്യൂ ചെയ്താൽ നമുക്കൊരു ഫ്രീ ഡെസേർട്ട് കിട്ടും. അങ്ങനെ ഞങ്ങൾ റിവ്യൂ ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയത് 4 ഗുലാബ് ജാം ആയിരുന്നു. സോ ഗൈസ്, ഇതാണ് ചട്ടിച്ചോറ്. കാണാൻ നല്ല ലുക്കുണ്ട്. ഇനി നമുക്കൊന്നും കഴിച്ചു നോക്കാം. ആക്ച്വലി എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനിതല്ലല്ലോ കഴിക്കുന്നത്, ഞാൻ സദ്യയാണ് കഴിക്കുന്നത്. സോ ഗൈസ്, ഞാനുള്ള വീഡിയോ എല്ലാം എടുത്ത് ഫോണിൻ്റെ ചാർജ് തീരാറായി. അതുകൊണ്ട് സദ്യയുടെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ സദ്യ കഴിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഗൈസ്, ഇനി നമ്മൾ നമ്മുടെ കുഞ്ഞമ്മയുടെ വീട്ടിലൊക്കെ പോകുന്നു. അത്രേ ഉള്ളൂ. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.